വെൽക്കം ടു ലിറ്ററേച്ചർ ഫീഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ സബ്ജക്റ്റ് ആയിട്ടുള്ള അപ്രിഷ്യേറ്റിംഗ് പ്രോസിലെ ജസ്റ്റിസ് വേഴ്സസ് മേഴ്സി പറഞ്ഞ എസ്സേ ആണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഓതർ. ഈ എസ്സേ എഴുതിയിരിക്കുന്നത് ഉഷ ജയേശുദാസനാണ്. ഷീസ് എ റൈറ്റർ ആൻഡ് ജേർണലിസ്റ്റ് who spent much of her life working with the neglected and downtrodden people in order to bridge the gap between people, culture and faith. She has also traveled extensively, especially Western Europe, researching, working with people and children who are victims of violence. വയലൻസിൻ്റെ വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ വെസ്റ്റേൺ യൂറോപ്പിലായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ട് അങ്ങനെ വർക്ക് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട്. ഷി ഹാസ് ഓൾസോ ഓതർ ബുക്സ് ലൈക്ക് എ ചൈൽഡ്സ് പാത്ത്, ഐ വിൽ ലൈ ഡൗൺ ഇൻ പീസ്. ഇതൊക്കെ അവരുടെ ഓരോ വർക്ക്സാണ്. അതുമാത്രമല്ല അവരുടെ കുറച്ച് ആർട്ടിക്കിൾസും ഉണ്ട്. ബീങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് പീസ്, ബ്രോക്കൺനെസ് എക്സെട്ര, ആൻഡ് ആൻ ആക്ട് ഓഫ് ഡിസ്കവറി, അഹിംസ വേ, മൈൻഡ് മാറ്റേഴ്സ് എക്സെട്ര. ഇതൊക്കെ അവരുടെ ഓരോ വർക്ക്സാണ്. ഓക്കെ, ഇനി നമുക്ക് അവരുടെ എസ്സേയിലോട്ട് കിടക്കാം. സോ ഇത് വിക്ടർ ഹ്യൂഗോയുടെ വെരി ഫേമസ് ഷോർട്ട് സ്റ്റോറി ആയിട്ടുള്ള ലെസ് മിസറബിൾസിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു കഥ എടുത്ത് അതിലെ ജസ്റ്റിസ് മേഴ്സി എന്ന് വെച്ചാൽ നീതി, അതിനൊപ്പം തന്നെ ദയ, ഈ രണ്ട് തീമുകൾ യൂസ് ചെയ്തിട്ട് ഈ സ്റ്റോറി വെച്ചിട്ട് എഴുതിയിരിക്കുന്ന ഒരു എസ്സേയാണ് ഉഷ ജയേശുദാസിൻ്റെ ജസ്റ്റിസ് വേഴ്സസ് മേഴ്സി. ഓക്കെ, ഈ എസ്സേയിലൂടെ ഇവരെന്താണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്, എന്താണ് ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നീതി നടപ്പിലാക്കുമ്പോൾ, ഒരു ജസ്റ്റിസ് നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മേഴ്സി കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്താൽ അതിന് വേണമെങ്കിൽ ക്ഷമിച്ച് വിടാം, കുറച്ചൊക്കെ ഒരു ദയ കാണിക്കാം. പക്ഷേ ഈ ഒരു കഥയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അത്രയും പുവർ ആൻഡ് പവർലെസ് ആയിട്ടുള്ളവരെ കുറച്ചുകൂടി കൺസേൺ ചെയ്യാം. ഓക്കെ, പക്ഷേ ഹ്യൂഗോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഹ്യൂഗോയുടെ ഈ ഒരു നോവലിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ലെസ് മിസറബിൾസ് ടു കണ്ടം ദ അൺജസ്റ്റ് ക്ലാസ് കേസ് സ്ട്രക്ചർ ഓഫ് 19th century ഫ്രാൻസ്. 19ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ നടന്നൊരു ആ ഒരു കാലഘട്ടത്തിലാണ് ഈ കഥ നടന്നിരിക്കുന്നത്. സോ അവിടെയൊക്കെ ഒരു ക്ലാസ് എന്താ പറയുക, അപ്പർ ക്ലാസ്, മിഡിൽ, ലോവർ ക്ലാസ്, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ലോവർ ക്ലാസ്സുള്ള ആളുകൾ എന്തൊരു തെറ്റ് ചെയ്താലും അവർക്ക് നല്ല രീതിക്ക് ശിക്ഷ കൊടുക്കുക. അവർ ചെറുതായിട്ടൊരു മോഷണം നടത്തിയാൽ പോലും അവരെ കുറേ വർഷം ജയിലടയ്ക്കുക. ചെറിയൊരു തെറ്റിന് പോലും നല്ല ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു, കാരണം അവർ ലോ ക്ലാസ് ആയതുകൊണ്ട്. സോ ഹി എക്സ്പോസസ് ഹൗ ഇറ്റ് ഈസ് എ സൊസൈറ്റി സ്ട്രക്ചർ ദാറ്റ് ടേൺസ് ഗുഡ് ഇന്നസെൻറ്റ് പീപ്പിൾ ഇൻ ടു ബെഗേഴ്സ് ആൻഡ് ക്രിമിനൽസ്. അതുകൊണ്ട് തന്നെ നല്ല ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകൾ വരെ ക്രിമിനൽസും ബെഗേഴ്സായി മാറുന്ന ഒരു സൊസൈറ്റി സ്ട്രക്ചറാണ് ഇതിലൂടെ വിക്ടർ ഹ്യൂഗോ നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഈ ഒരു ഷോർട്ട് സ്റ്റോറി അല്ലെങ്കിൽ ലെസ് മിസറബിൾസിൻ്റെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്ന ആളാണ് വാൽജീൻ. ആൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ക്രിമിനലായിരുന്നു. പിന്നെ ആളൊരു വെൽ റെസ്പെക്റ്റഡ് മേയറായിട്ടും ഫിലാന്ത്രോപ്പിസ്റ്റായിട്ടൊക്കെ മാറും. ഒൺലി ബിക്കോസ് ഓഫ് ദ ലവ് ആൻഡ് മേഴ്സി ഹി റിസീവ് ഫ്രം ബിഷപ്പ്. ഈ സ്റ്റോറിയിലെ ബിഷപ്പ് കാരണം, ബിഷപ്പിൽ നിന്ന് ലഭിച്ച ലവ് ആൻഡ് മേഴ്സി കാരണം കൊണ്ട് ക്യാരക്ടർ അപ്പാടെ മാറിപ്പോയ ഒരു വാൽജീൻ പറഞ്ഞിട്ട് ഒരാളുടെ കഥയാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, നമുക്കിനി ഈ സ്റ്റോറിയിലോട്ട് കടക്കാം. ഇത് ഈ എസ്സേ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറയുന്നുണ്ട്, ഉഷ ജയേശുദാസും പറയുകയാണ് എന്ത്, ജസ്റ്റിസും മേഴ്സി എന്ന് പറയണത് ലിറ്ററേച്ചറിൽ മാത്രമല്ല നമ്മുടെ ലൈഫിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട രണ്ട് കോൺസെപ്റ്റുകളാണെന്നാണ് അത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നെ അവർ മേഴ്സിനും ജസ്റ്റിസിനൊക്കെ ബേസ് ചെയ്തിട്ട് കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ സ്കോപ്പ് എന്താണെന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ട് തീംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ വിക്ടർ ഹ്യൂഗോയുടെ ഈ ഒരു നോവൽ അവർ നമുക്ക് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞു തരുന്നത്. സോ ഷീ ഫീൽസ് ദാറ്റ് ഹ്യൂഗോ ഓൾസോ ഗീവ്സ് എ സ്പേസ് ടു എക്സ്പ്രസ് അവർ ഓൺ തോട്ട്സ് ആൻഡ് ഡൗട്ട്സ് റിഗാർഡിംഗ് ദീസ് ടു കോൺസെപ്റ്റ്സ്, ദാറ്റ് ഈസ് ജസ്റ്റിസ് ആൻഡ് മേഴ്സി. വെരി സോറി, ഇത് ഷോർട്ട് സ്റ്റോറി അല്ല, നോവലാണ്. ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്, ക്ഷമിക്കുക. ഓക്കെ, ഞാൻ കഥയിലോട്ട് കിടക്കാം. വിക്ടർ ഹ്യൂഗോയുടെ ഒരു ഫേമസ് നോവലാണ് ലെസ് മിസറബിൾസ്. സോ കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ മെയിൻ ക്യാരക്ടറാണ് ജീൻ വാൽജീൻ. ആളൊരു യങ് ആൻഡ് അൺഎംപ്ലോയിഡ് പെസൻ്റാണ്. സോ ആളെ ജയിലിൽ അടയ്ക്കുകയാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുടെ പെങ്ങൾക്ക് 7 മക്കളാണ്. അപ്പോൾ അവർ ഞാൻ പറഞ്ഞില്ല, ഇവർക്ക് പോവർട്ടി നല്ല രീതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ ഇവർക്ക് വേണ്ടി ജീൻ വാൽജീൻ മോഷ്ടിക്കും. ബ്രെഡ് മോഷ്ടിക്കും, ലോഫ് ഓഫ് ബ്രെഡ്. സോ അത് കാരണം തന്നെ അയാൾ പിടിക്കപ്പെടുകയും ആളെ ജയിലിലടയ്ക്കുകയും ചെയ്യും. സോ ഇയാൾ ഒരുപാട് വട്ടം പ്രിസണിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്യുകയും സോ അത് പിടിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ അയാളുടെ ആ ഒരു പ്രിസൺ ലൈഫ് 19 വർഷത്തേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി. ജയിൽവാസം 19 വർഷത്തേക്ക് അങ്ങനെ എക്സ്റ്റെൻഡ് ആയി. സോ
അവസാനം ഇയാൾ എങ്ങനെയൊക്കെയോ പ്രസിഡൻ്റ് പുറത്ത് കിടക്കും. ഫുഡും അതൊക്കെ എങ്ങനെയെങ്കിലും ഒരു ബിഷപ്പിൻ്റെ ഹൗസിൽ എത്തിപ്പെടുകയാണ്. ഫുഡും ഷെൽട്ടറൊക്കെ അവിടെ കിട്ടും. അപ്പോൾ ഇയാൾക്ക് ഈ എന്താ പറയുക, ഇയാൾ ഈ അപ്പർ സൊസൈറ്റി അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി ആണല്ലോ ഇയാളങ്ങനെ എന്നുവെച്ചാൽ ഇപ്പോൾ പോലീസുകാരാണെങ്കിൽ അവർ കുറച്ച് ഹൈ ക്ലാസ് ആണല്ലോ. അപ്പോൾ അവരാണല്ലോ എന്താ പറയുക, ഇയാൾ പാവപ്പെട്ട ആളായതുകൊണ്ട് ഇയാളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുക. അതുകൊണ്ട് അവരോടുള്ള ദേഷ്യം ഫ്രസ്ട്രേഷനും കാരണം ബിഷപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പ്രിവിലേജ് സൊസൈറ്റി ആണല്ലോ, അയാൾ കുറച്ചുകൂടി അപ്പർ ക്ലാസ്സിലൊക്കെ ജീവിക്കുന്ന ആളല്ലേ. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയോട് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിനോട് തോന്നിയ ഒരു ഫ്രസ്ട്രേഷൻ ആങ്കറും കാരണം ഇയാൾ എന്തത് കാണിക്കുക, ബിഷപ്പിൻ്റെ ആ ഒരു വീട്ടിലെ സിൽവർ ക്യാൻഡിൽ സ്റ്റിക്ക് മോഷ്ടിച്ചുകൊണ്ട് ഓടും. പക്ഷേ അയാൾ പോലീസ് പിടിക്കുകയും ബിഷപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും. പക്ഷേ ബിഷപ്പ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വാൽജിൻ എൻ്റെ ഫ്രണ്ടാണ്, ഞാനായിട്ട് ഇയാൾക്ക് ഇത് കൊടുത്തതാണ് സിൽവർ ക്യാൻഡിൽ സ്റ്റിക്സ് എന്ന് പറയും. എന്നിട്ട് ബിഷപ്പ് പോലീസിൽ നിന്നും വാൽജിനെ രക്ഷിക്കും. പക്ഷേ പോലീസുകാർ ഇത് വിശ്വസിക്കില്ല. ജാവേർട്ട് എന്നാണ് അയാളുടെ പേര്. ഈ കഥയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ഈ ജാവേർട്ട്. അയാൾ വിശ്വസിക്കില്ല, കാരണം അയാൾക്ക് അറിയാം അവൻ കട്ടതായിരിക്കുന്നു. പക്ഷേ ബിഷപ്പിന് പരാതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇയാൾക്ക് അവനെ പറഞ്ഞു വിടേണ്ടി വരുന്നു, പിടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വാൽജിൻ രക്ഷപ്പെടും. ഓക്കെ, ആ ഒരൊറ്റ ഇൻസിഡൻറ്റ് കാരണം ആളുടെ ലൈഫിനാകെ മാറി മറിഞ്ഞു. ആളുടെ കുറച്ചുകൂടി ബെറ്ററായിട്ട് പേഴ്സണായി മാറി, കുറച്ചുകൂടി ഹാർഡ് വർക്കിംഗ് ആയി മാറി. ആളുടെ ആ ഒരു വാൽജി എന്നുള്ള പേര് മാറ്റി വേറൊരു പേരിൽ പുതിയൊരാളായിട്ട് ജീവിക്കാൻ തുടങ്ങി, പുതിയൊരു പേഴ്സണാലിറ്റിയിൽ. അങ്ങനെ ഒരു ടൗണിൻ്റെ മേയറായി മാറുകയാണ്. ഒറിജിനൽ നെയിമൊക്കെ ചേഞ്ച് ചെയ്തിട്ടോ, വാൽജി എന്നൊക്കെയുള്ള പേര് മാറ്റി വേറെ പേരിലാണ്. പക്ഷേ ജാവേർട്ടിന് എങ്ങനെയും ആ പോലീസ്മാൻ ഉണ്ടല്ലോ, അയാൾക്ക് എങ്ങനെയും ഇവനെ പിടിച്ച് അവൻ്റെ പഴയ ഐഡൻറ്റിറ്റി പുറത്ത് കൊണ്ടുവന്ന് അങ്ങനെ അവനെ കൊടുക്കണം, അവനെ ജയിലിലേക്ക് തിരിച്ചയക്കണം എന്നൊരു മൈൻഡോട് കൂടിയാണ് ജാവേർട്ട് നടക്കുന്നത്. പക്ഷേ വാൽജിൻ എങ്ങനെയൊക്കെ എസ്കേപ്പ് ചെയ്തിങ്ങനെ മാറുന്നുണ്ട്. പക്ഷേ അവൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട്, എന്തെങ്കിലും ഇനി പഴയ പേരും പറഞ്ഞ് എന്നെ പിടിക്കുമോ, ജയിലിലേക്ക് തന്നെ വീണ്ടും അയക്കുമോ, അങ്ങനെയൊക്കെ ഉള്ളിലൊരു പേടിയുണ്ട് കേട്ടോ. ആ ഒരു പേടിയോടുകൂടിയാണ് ജീവിക്കുന്നത്. സോ ജാവേർട്ട് കണ്ടിന്യൂസ് ടു സ്പെൻഡ് ഓൾ ഹിസ് ടൈം ട്രൈങ് ടു ഹണ്ട് ഡൗൺ വാൽജി. എങ്ങനെയും അവനെ പിടിച്ച് ഇതാക്കണം എന്നാണ് മാക്സിമം അയാൾ അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ആൻഡ് ടേക്കിംഗ് ബാക്ക് ടു പ്രിസൺ ഫോർ ഹിസ് തെഫ്റ്റ് ആൻഡ് ഫോർ ടേക്കിംഗ് അപ്പ് ആസ് എ ഫോൾസ് ഐഡൻറ്റിറ്റി. എന്താ പറയുക, ആൾമാറാട്ടത്തിനും അതിനൊപ്പം തന്നെ മുന്നേ ചെയ്ത കളവിനും വേണ്ടിയിട്ടുള്ള, മോഷണം ചെയ്തല്ലോ. അപ്പോൾ ഈ രണ്ട് പേരിൽ അവൻ എങ്ങനെയും പിടിച്ചടക്കണം എന്നൊക്കെയാണ് ആളുടെ ഒരു മൈൻഡ്. അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. സോ ഓൾ ഹിസ് ലൈഫ് ജാവേർട്ട് കണ്ടിന്യൂസ് ടു പെർസ്യൂ വാൽജീൻ ആൻഡ് ഫൈനലി വൺ ഡേ, ഒരു ദിവസം വാൽജീന് ജാവേർട്ടിനെ കൊല്ലാൻ ഒരു ചാൻസ് കിട്ടുന്നു. പക്ഷേ അവൻ എന്താ ചെയ്യുക വെച്ചാൽ ആ ഒരു നിമിഷത്തിൽ അവൻ ജാവേർട്ടിനെ ക്ഷമിച്ച് വിടും, കൊല്ലണ്ടാന്ന് തീരുമാനിച്ചിട്ട് വിട്ട് കളയും. കാരണം അവൻ അത്രയും കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ഭയങ്കര സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ജാവേർട്ട് കാരണം ഇയാൾക്ക്. സോ ആ കൊല്ലണം എന്നൊക്കെ ഒരു മൈൻഡിന് പിന്നെ ക്ഷമിക്കാം, കാരണം കുറച്ച് ദയ കാണിക്കാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ ജാവേർട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഹി വാണ്ട്സ് നോ ഫേവേഴ്സ് ഫ്രോം എ തീഫ് ആൻഡ് സോ ഹി കിൽസ് ഹിംസെൽഫ്. ഒരു കള്ളൻ ഭിക്ഷയായിട്ട് തന്ന ഒരു ജീവിതം എനിക്ക് വേണ്ട, അല്ലെങ്കിൽ കുറച്ചുകൂടി അവൻ്റെ കൈ കൊണ്ട് മരിക്കാനാട്ടി നല്ലത് ഞാൻ സ്വയം മരിക്കുകയാണ്. ഒരു കള്ളൻ ക്ഷമിച്ച് വിട്ടില്ലേ, അപ്പോൾ അവൻ എനിക്ക് ഭിക്ഷയായിട്ടൊരു ജീവിതം തന്ന ആ ജീവിതം അങ്ങനെ ഭിക്ഷയായി കിട്ടുന്ന ജീവിതം എനിക്ക് വേണ്ട. ആ ഒരു മൈൻഡ് സെറ്റിൽ സ്വയം സൂയിസൈഡ് ചെയ്യും. അതിലും നല്ലത് ഞാൻ സ്വയം ആത്മഹത്യ ചെയ്യാണ് നല്ലത് പറഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്യും. യൂസിങ് ദ സ്റ്റോറി, ഉഷ ജേസുദാസൻ ആസ് ഹൂ ഇസ് റൈറ്റ് ആൻഡ് ഹൂ ഇസ് റോങ്. അവർ നമ്മളോട് ചോദിക്കുകയാണ്, ഇതിൽ ആരാണ് ശരി, ആര് ചെയ്തതാണ് ശരി, ആര് ചെയ്തതാണ് തെറ്റ്. കാരണം ജാവേർട്ടിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ്. കാരണം ഇപ്പോൾ ഒരു പേഴ്സൺ ക്രൈം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അതിന് ശിക്ഷ അനുഭവിക്കണം, ആ ഒരു സ്റ്റാൻഡാണ് ജാവേർട്ടിൻ്റെ. പക്ഷേ ബിഷപ്പിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളങ്ങനെ പണിഷ് ചെയ്ത് അയാളുടെ ജീവിതം നശിപ്പിക്കണതിന് നല്ലത് ചെറിയ മിസ്റ്റേക്സ് ആണെങ്കിൽ ക്ഷമിച്ച് വിട്ടുകൂടെ, കുറച്ച് ദയ കാണിച്ചുകൂടെ എന്നൊരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ബിഷപ്പിന്. സോ ചിലർക്ക് ജാവേർട്ടിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിനോടായിരിക്കും കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, ചിലർക്ക് ബിഷപ്പിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂനോടും കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ ഇതിൽ 2 ക്വസ്റ്റ്യൻസാണ് നമ്മളോട് ഈ എസ്സേയിസ്റ്റ് ചോദിക്കുന്നത്. സോ ഷുഡ് ഡേ വിൽ ബി കണ്ടംപ്ഡ് ആൻഡ് റൂട്ടഡ് ഔട്ട് ബിഫോർ ഇറ്റ് ഡിസ്ട്രോയ് സൊസൈറ്റി. ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച് അത് വേരോടെ, കാരണം അയാൾ ഇനി ആ സൊസൈറ്റീനെ ഇനി വീണ്ടും കുറേ തെറ്റുകൾ ചെയ്ത് ആ സൊസൈറ്റിയെ നശിപ്പിക്കണേക്കാട്ടി നല്ല അയാൾ വേരോടെ പിഴുതെറിയണതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ
വേറെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഡിൻ വാൽജി ഹാവ് ബീൻ ഗീവൺ എ സെക്കൻഡ് ചാൻസ് ആഫ്റ്റർ ബീങ് പണിഷ്ഡ് വിത്ത് 19 years ഓഫ് ഇംപ്രിസൺമെൻറ്റ് ഫോർ സ്റ്റീലിംഗ് എ ലോഫ് ഓഫ് ബ്രെഡ് ഫോർ സ്റ്റാബിങ് ഫാമിലി മെമ്പേഴ്സ്. 19 വർഷം ഒരു ബ്രെഡ് മോഷ്ടിച്ച് കഴിഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സ് ബ്രെഡ് മോഷ്ടിച്ച് കഴിഞ്ഞാൽ ഇയാൾ 19 വർഷം കിടക്കേണ്ടി വന്നു. സോ ആൾക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കാമായിരുന്നില്ലേ? വെറുതെ ഈ പ്രിസണിലിട്ട് ഇതാക്കണത് നല്ലത്, ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തെറ്റല്ലേ ചെയ്തത്, അപ്പോൾ ഇനി അടുത്ത തെറ്റുകൾ ചെയ്യുന്നതിനാട്ടി അല്ല അയാളെ പണിഷ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ്, രണ്ട് രീതിക്ക് നമ്മളോട് എസ്ഐസ്റ്റ് ചോദിക്കുന്നുണ്ട്. സോ ജസ്റ്റിസും മേഴ്സും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് റിയൽ ലൈഫിൽ ഒരുപാട് കാണാൻ സാധിക്കും. ഇപ്പം നമ്മുടെ വിശ്വാസം പറയണ പോലെ ഇപ്പോൾ റിയൽ ലൈഫിലാണെങ്കിലും ഒരുപാട് ഇന്നസെൻറ്റ് വിക്ടിംസ് സോഷ്യലായിട്ട് എക്കണോമിക്കായിട്ട് ഇൻജസ്റ്റിസ് അനുഭവിക്കേണ്ടി വരാറുണ്ട്. ജസ്റ്റിസ് ഇപ്പോൾ അവരെന്തെങ്കിലും ചെറുതായിട്ട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അവർക്ക് അറിയാണ്ട് അവർ പറ്റിപ്പോയതാണ് പോലും അവർക്ക് അവിടെ ക്ഷമിച്ചു കൊടുക്കണില്ല, അവർക്ക് നേരെ അവിടെ നീതി നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. സോ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയാണ്. പകരം ശരിക്കും തെറ്റ് ചെയ്തിട്ടുള്ള റിയലായിട്ടുള്ള പ്രതികളെന്താ അവരവരുടെ വെൽത്തും പവറും യൂസ് ചെയ്തുകൊണ്ട് രക്ഷപ്പെടുന്നു. സോ ഇവരുടെ പൈസയും ഇതൊക്കെ പവറും വെച്ച് രക്ഷപ്പെടുമ്പോൾ തെറ്റ് ചെയ്യാത്ത ആളുകളാണ് അവിടെ അനുഭവിക്കേണ്ടി വരുന്നത്. ഓക്കെ, സോ ഈ എസ് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനിലാണ്. ബൈ ആസ്കിങ് ഹൗ വൺ റിയാക്ട്സ് ടു ബീയിങ് ഫോർഗീവൺ. ഒരാൾ നമ്മളോട് ക്ഷമിച്ച് തരും, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അവർ ഓക്കെ അത് കുഴപ്പമില്ല വേണ്ടി ക്ഷമിച്ച് തരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവർ തിരിച്ച് റിയാക്ട് ചെയ്യേണ്ടത്? അത് നമ്മളോട് ക്ഷമിച്ച് തരുമ്പോൾ ഡസ് ഇറ്റ് ഹേർട്ട് യു ഈഗോ? നമ്മുടെ ഈഗോയ്ക്ക് ഹേർട്ടാവുമോ? അല്ലെങ്കിൽ ഇപ്പോൾ ജാവേട്ടിന് വാൽജി ക്ഷമിച്ചപ്പോൾ ജാവേട്ടിന് ആകെ ഒരു നാണക്കേട് തോന്നുക ചെയ്തത്. അതിൽ ഒരു കള്ളൻ അവന് ക്ഷമിച്ചു കൊടുത്ത് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അയാൾ അവിടെ സൂയിസൈഡ് ചെയ്യുന്നത്. സോ അതേപോലെ നിങ്ങൾക്കും നാണക്കേട് ഉണ്ടാക്കുമോ? ഡു യു ഗ്രാജുവലി ഡിസ്ട്രോയ് യുവർ സെൽഫ് ബിക്കോസ് ഓഫ് യുവർ പ്രൈഡ് ആൻഡ് സെൽഫ് എസ്റ്റീം? നിങ്ങൾക്ക് ഭയങ്കര നിങ്ങളുടെ അഹങ്കാരം ഇതും കാരണം നിങ്ങൾക്ക് തന്നെ ആകെ ഒരു മാതിരി തോന്നുന്നു, നിങ്ങൾ സ്വയം ഡിസ്ട്രോയ് ആവണ പോലെ തോന്നുന്നു? ഓർ ഡസ് ഇറ്റ് ഹാവ് ദ എബിലിറ്റി ടു ചേഞ്ച് യുവർ ലൈഫ് ഫോർ ദ ബെറ്റർ ലൈക്ക് ഇൻ ദ കേസ് ഓഫ് വാൽജി? അല്ലെങ്കിൽ ഇപ്പോൾ വാൽജീൻ്റെ ലൈഫ് മാറിയ പോലെ ഇപ്പോൾ ബിഷപ്പ് ക്ഷമിച്ചെടുത്തപ്പോഴാണ് വാൽജീൻ്റെ ലൈഫിൽ നല്ലൊരു മാറ്റം വന്നത്, അയാളുടെ ക്യാരക്ടറിനാകെ ചേഞ്ച് ആയി. സോ അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് അതുപോലെ ചേഞ്ച് ആവാനുള്ള എന്തെങ്കിലും ഒരു എബിലിറ്റി ഒരാൾ നമ്മളോട് ക്ഷമിച്ച് തരുന്നതുകൊണ്ട് ഉണ്ടാവുമോ? നമ്മുടെ പേഴ്സണാലിറ്റി മാറുന്ന രീതിക്ക് അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടാണ് എസ് എൻഡ് ചെയ്യുന്നത്.